പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹയുടെ അത്രയും ചിലപ്പോൾ നമ്മൾ സഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ പരീക്ഷയൊന്ന് തോറ്റുപോയപ്പോൾ, പ്രിയപ്പെട്ട ഒരാൾ ഇട്ടേച്ച് പോയപ്പോൾ, വീട്ടിലൊരു മരണം നടന്നപ്പോൾ, വലിയൊരു കടം നമ്മളെ പിടിച്ചു മുറുക്കാൻ ശ്രമിച്ചപ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിജയം നമുക്ക് കിട്ടാതിരുന്നപ്പോൾ, നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സന്തോഷം പെട്ടെന്ന് തകർന്ന് തരിപ്പണായി പോയപ്പോൾ നമ്മൾ സഹിച്ചിട്ടുണ്ട്, നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നോർത്ത് നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. മരണത്തെക്കുറിച്ച് വരെ ചിന്തിച്ചിട്ടുണ്ടാകും, ഭയപ്പെട്ടിട്ടുണ്ടാകാം, മരണഭയം ഉണ്ടായി കാണാം, ജീവിതം മതിയെന്നൊക്കെ തോന്നിപ്പോയേക്കാം, നിരാശയിലേക്ക് പോയേക്കാം. ഇപ്പോഴിത് കേട്ടോണ്ടിരിപ്പുണ്ടേ, പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒറ്റ കാരണം ഇതാണ്: എനിക്കും അറിയാം, നിനക്കും അറിയാം നമ്മൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. പൗലോസ്ലീഹയെ പോലെ തന്നെ നമ്മൾ ഈ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സഹിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മളതിൽ ലജ്ജിക്കാതെ ഇതിനൊരു നന്മ പുറത്തോട്ട് വരുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. നമ്മുടെ ശക്തിയിലല്ല, നമ്മളെ സഹായിച്ചവരുടെ ശക്തിയിലല്ല, നമ്മൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്, ആ ഈശോയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ശക്തി കിട്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹയുടെ അത്രയും ചിലപ്പോൾ നമ്മൾ സഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ പരീക്ഷയൊന്ന് തോറ്റുപോയപ്പോൾ, പ്രിയപ്പെട്ട ഒരാൾ ഇട്ടേച്ച് പോയപ്പോൾ, വീട്ടിലൊരു മരണം നടന്നപ്പോൾ, വലിയൊരു കടം നമ്മളെ പിടിച്ചു മുറുക്കാൻ ശ്രമിച്ചപ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിജയം നമുക്ക് കിട്ടാതിരുന്നപ്പോൾ, നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സന്തോഷം പെട്ടെന്ന് തകർന്ന് തരിപ്പണായി പോയപ്പോൾ നമ്മൾ സഹിച്ചിട്ടുണ്ട്, നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നോർത്ത് നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. മരണത്തെക്കുറിച്ച് വരെ ചിന്തിച്ചിട്ടുണ്ടാകും, ഭയപ്പെട്ടിട്ടുണ്ടാകാം, മരണഭയം ഉണ്ടായി കാണാം, ജീവിതം മതിയെന്നൊക്കെ തോന്നിപ്പോയേക്കാം, നിരാശയിലേക്ക് പോയേക്കാം. ഇപ്പോഴിത് കേട്ടോണ്ടിരിപ്പുണ്ടേ, പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒറ്റ കാരണം ഇതാണ്: എനിക്കും അറിയാം, നിനക്കും അറിയാം നമ്മൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. പൗലോസ്ലീഹയെ പോലെ തന്നെ നമ്മൾ ഈ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സഹിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മളതിൽ ലജ്ജിക്കാതെ ഇതിനൊരു നന്മ പുറത്തോട്ട് വരുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. നമ്മുടെ ശക്തിയിലല്ല, നമ്മളെ സഹായിച്ചവരുടെ ശക്തിയിലല്ല, നമ്മൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്, ആ ഈശോയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ശക്തി കിട്ടും.